AR 188 ഓ പോയി. ഇത് കാണും, ഇത് കാണും ഉറപ്പാ. ഓ അതും പോയി. ഐശ്വര്യൊക്കെ ഉള്ളവരൊക്കെ അടുത്ത് വന്ന് ഇരുന്നാലും ഒന്നും കിട്ടത്തില്ല. ഓ 500 കിട്ടി. 500. അവസാനത്തെ ഇതിനകത്ത് കാണും. 1ാം സമ്മാനം ഒന്നും വേണ്ട, 2 കിട്ടിയാൽ മതിയായിരുന്നു. ഒരു രക്ഷയില്ലല്ലേ അല്ലയോ? ഒരു രക്ഷയില്ല. അതെ, അവസാനത്തെ 2 നമ്പറിനൊക്കെയാ ചീറ്റി പോകുന്നത്. സത്യം പറഞ്ഞാലേ ഇതെന്ത്, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊരു 500 അടിച്ച് മുതലൂടൊക്കെ കിട്ടി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കണ്ട് ഇതിന് 500 കിട്ടി. ബാക്കി ടിക്കറ്റ് എടുക്കാമല്ലോ. എടുക്കാം. അളിയൻ ഈ ലോട്ടറി എടുക്കാം. ലോട്ടറി എടുക്കും, പക്ഷെ ഞാൻ നോക്കാറില്ല. അയ്യോ അതെന്താ? അതെ, ഈ ലോട്ടറി എടുക്കുന്നത് അറിഞ്ഞ് ഞാൻ മണി കലിപ്പ. എന്ത് കലിപ്പെന്തിന്? അവൾക്ക് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ ഞാൻ എടുത്തു കൂടെ കേട്ട് കഴിഞ്ഞാ പിന്നെ ഇവിടെ അടിനാശമാ, ഒന്നും പറയണ്ട. അല്ല, അളിയന് പണ്ട് ഇത് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയാം, ഞാനല്ലയോ അത് തുടങ്ങി വെച്ചത്. അളിയനെ പഠിപ്പിച്ചത്. പക്ഷെ അത് ഇവൾക്ക് ഇഷ്ടമല്ല, അതല്ലേ പ്രശ്നം. പിന്നെ അവള് പറയണതേ മണിക്കൂട്ടൻ ലോട്ടറിയുടെ ആളാന്നാ പറയുന്നത്. പിന്നെ മണിക്കൂട്ടൻ ലോട്ടറി പ്രാന്തെന്നാ പറയുന്നത്. പ്രാന്ത് അവിടെ അച്ഛന്. അതെ, എനിക്ക് ഈ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു വികാരമല്ല. ഈ ലോട്ടറി വാങ്ങിക്കുന്നതും അത് നമ്പറുമായിട്ട് ഒത്തുനോക്കുന്നതും എന്തിനാ കൂടുതൽ എൻ്റെ ഒരു കൂട്ടുകാരന് അടിച്ചാൽ പോലും എനിക്ക് ഒരു വികാരമാണ്. അതാ അവൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതെ, വല്ല ഇരിപ്പുണ്ടോ ലോട്ടറി? ലോട്ടറി ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. എടുക്ക്, ഞാൻ നോക്കിത്തരാം. ഇപ്പൊ നോക്കിത്തരാം. അവള് കണ്ടുകൊണ്ടുവന്ന പ്രശ്നമാവും. അവളൊന്നും കാണത്തില്ല. ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അളിയന്റെ ആണെന്ന് പറഞ്ഞോളാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എവിടെ വരുന്നു? ആര്? ഇത് മാമന്റെ. മാമന്റെ അച്ഛൻ ലോട്ടറി എടുത്തല്ലേ? ഞാനല്ല. മാമൻ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ലോട്ടറി ഒന്നും എടുക്കരുതെന്ന്. ഞങ്ങൾക്ക് ആർക്കും ആ ലോട്ടറി ശീലമൊന്നും ഇല്ല. ഇല്ല മക്കളെ, മാമൻ എന്താ കണ്ടോ ഒരു കെട്ട് ലോട്ടറി ഇതാ നോക്ക്. മാമൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കെട്ട് ലോട്ടറി എന്റെ അടി, എന്റെ ലോട്ടറിയാ. അതെ, മാമന് ഈ ലോട്ടറി എടുക്കണ ആക്രാന്തം ഇല്ല, ആക്രാന്തം. അതുപോലെ അച്ഛനും ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് വെച്ച്. ഫുൾ ടൈം ഇത് തന്നെ. ലോട്ടറി എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴോ? ഇപ്പൊ എടുക്കൂല. എടുക്കത്തില്ലല്ലേ? അയ്യോടാ, എടുക്കത്തില്ല. ഇല്ലെന്ന് ചുമ്മാതെ ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചും പാത്തൊക്കെ എടുക്കുന്നുണ്ടോ? കാണുമായിരിക്കും. കള്ളനില്ലയോ? അമ്മയുടെ അതേ സ്വഭാവം തന്നെ. സംശയം. ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞില്ലേ മക്കളെ. മണിക്കൂട്ടം ഇങ്ങനെ ലോട്ടറി എടുത്ത് കാശൊന്നും കളയരുത്. അടിച്ചാ 500 അടിച്ചത്. 500 അടിച്ചാ? എന്താ മേടിച്ചു എനിക്ക്? എന്താ മേടിച്ചു? നിനക്ക് 2000 രൂപയുടെ ചുരിദാർ. 500 രൂപ അടിച്ചു. 500 രൂപ അടിച്ചതിന് 500 രൂപ അടിച്ചാൽ അതിനകത്ത് കമ്മീഷൻ അടിക്കാൻ നോക്കും. ഒരു പപ്സിന് മേടിച്ചു തരാൻ എത്ര കാശാണ്? പപ്സ് 1-2 ഒക്കെ വാങ്ങിച്ചു തരാം. മേടിച്ചു തരുമോ? മേടിച്ചു തന്നില്ലെങ്കിൽ കാണും. നല്ല വിശപ്പ്, ഞാൻ പോയി വല്ലതും കഴിക്കണം. ചെല്ലിയല്ലേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. മക്കളെ ഇല്ല. ചെല്ലുമോ? പോയി. അതെ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ നോക്കിക്കോളാം. അല്ല, നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നോക്കി പറയാനില്ല. അല്ല, അവള് കണ്ടുപിടിച്ചാ അതാ മണിയുടെ അല്ലേ? ആരുടെ സാധനമാണ്? പാളിയന്റെ അല്ലേ? അല്ല, ഇങ്ങനെയുള്ള ഈ കുഴുത്തിരുമ്പൊക്കെ അവള് മണത്തറിയും. പിന്നെ എനിക്ക് ഇവരെ മുഖത്ത് കള്ളം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ?
എന്തോ അതല്ലേ മണിയുടെ മുമ്പിൽ ഞാൻ പെട്ടുപോണത്. അവളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുനിഞ്ഞെന്നങ്ങ് പറയും. പക്ഷെ പിന്നെ ഇങ്ങോട്ട് നോക്ക് അളിയൻ അല്ലെങ്കിൽ ഒരു കള്ളലക്ഷണം ഉണ്ട് അതായി കുഴപ്പം പിന്നെ നമ്മൾ ഫ്രാങ്കായിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അങ്ങ് സംസാരിച്ചാൽ. പക്ഷെ ഓഫീസിലെ എല്ലാരും പറയണത് ഞാൻ നിഷ്കളങ്കനാണ്, പറയുമ്പം വെട്ടി തുറന്ന് പറയും, സാറിന്റെ മുഖത്ത് കള്ളമേ ഇല്ലെന്നാണ്. അത് അളിയൻ നിഷ്കളങ്കന ഉറങ്ങുമ്പോഴേ.